ദിലീപിന്റെ സിനിമാ രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിച്ചു. ഈ സംഭവത്തിന് ശേഷം പുള്ളിയുടെ ഒരു സിനിമയും വിജയിച്ചതായിട്ട് പറയുന്നില്ല. അയാള് കാവ്യയുടെ വിവരം അത് ഭാര്യ അറിയാതെ ആ കാവ്യ വന്ന് വരുന്ന ഫോൺ കോളുകളെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും എന്ന് അറിയാം. അത് അറിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് മഞ്ജു വാര്യരെ ഇയാളുടെ ഫോൺ എടുത്ത് നോക്കിയാൽ കാവ്യയുടെ പേരിലുള്ള ഫോണൊന്നും കാണുന്നത് വേറെ ചില സ്ത്രീകളുടെയൊക്കെ പേരിലുള്ള ഫോണുകൾ മനഃപൂർവ്വം അയാൾ കാവ്യ എന്ന് വരുന്ന ആ ഫോണ് അവരുടെ പേരിലേക്ക് ചാർത്തി തൻ്റെ മൊബൈൽ ഫോണിൽ അങ്ങനെ ഒരു തെളിവുണ്ടാക്കി വെച്ചിരുന്നു. ഒരു മാടം തന്ന കൊട്ടേഷനാണ്. ആ മാടത്തിനെ തപ്പി കൊല്ലത്തും ആലപ്പുഴയൊക്കെ പോലീസ് നടന്നിട്ടുണ്ട്. മാടത്തിൻ്റെ കൊട്ടേഷനാണ്. കാരണം ദിലീപിൻ്റെ കൊട്ടേഷൻ അല്ല എന്ന് സ്ഥാപിക്കാനാണല്ലോ ശ്രമത്തിൻ്റെ ഫലമായി അതൊരു മാടം തന്ന കൊട്ടേഷനാണ്. ഇവരെ പ്രതി ആക്കേണ്ടതായിരുന്നു എന്നായിരുന്നു നമ്മളൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അവർക്കൊരു റോൾ ഇതിനകത്ത് ഉണ്ട്. ഒരുപക്ഷെ ദിലീപിന് അനുകൂലമായ അല്ലെങ്കിൽ ഗൂഢാലോചന തെളിയിക്കാനായില്ല എന്ന ഒരു വിധിയാണ് കോടതിയിൽ നിന്ന് വരുന്നത് എങ്കിൽ എന്തായിരിക്കും പിന്നീട് സംഭവിക്കുക? ഈ കേസിനകത്ത് ദിലീപിനെ വിട്ടാൽ തീർച്ചയായിട്ടും അതിന് അപ്പീല് പ്രോസിക്യൂഷൻ പോവും, ഹൈക്കോടതിയിൽ പോവും. ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് ദിലീപിനെ വിടാൻ കഴിയില്ല. കാരണം എവിഡൻസ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ലോവർ കോടതിയിൽ ദിലീപിനെതിരായിട്ട് വന്നിരിക്കുന്ന എവിഡൻസുകളൊക്കെ അത് ഇഗ്നോർ ചെയ്ത് ഇദ്ദേഹത്തിനെ കുറ്റവിമുക്തനാക്കിയുള്ള ഒരു ജഡ്ജ്മെൻറ്റ് വന്നാൽ തന്നെ അത് ഹൈക്കോടതിയിൽ പോവും. ഹൈക്കോടതിയിൽ അവർ ദിലീപിൻ്റെ മുഖമോ വാദിപതികളുടെ കാര്യങ്ങളൊന്നും അല്ല നോക്കുന്നത്. എവിഡൻസ് എന്താണ് കോടതിയിൽ വന്നിരിക്കുന്നത്, പ്രോസിക്യൂഷൻ എന്ത് എവിഡൻസ് ആണ് കൊടുത്തിരിക്കുന്നത്, അതിന് സാങ്കത്യമുണ്ടോ, അത് റിലയബിൾ ആണോ എന്ന് ഹൈക്കോടതി നോക്കിക്കഴിഞ്ഞാൽ ഹൈക്കോടതി ശിക്ഷിക്കാം. ഇവിടെ വിട്ടാലും ശരി ഹൈക്കോടതി ശിക്ഷിക്കാം. ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ വിധി വരുമ്പോൾ അത് മലയാള സിനിമാ രംഗത്ത് ഏത് രീതിയിൽ പ്രതിഫലിക്കും? മലയാള സിനിമയിൽ പ്രതിഫലിച്ചു കഴിഞ്ഞു എന്നാണ്. വിധിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് എനിക്ക്. കാരണം ദിലീപ് ആണ് ഇത് ചെയ്തതെന്ന് നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വസിക്കുകയല്ലേ. അതുകൊണ്ട് ദിലീപിൻ്റെ സിനിമാ രംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം മന്ദീഭവിച്ചു. ഈ സംഭവത്തിന് ശേഷം പുള്ളിയുടെ ഒരു സിനിമയും വിജയിച്ചതായിട്ട് പറയുന്നില്ല. ആൾക്കാരില്ല. കാരണം പുള്ളിയെ ഒറ്റപ്പെടുത്തി. കാരണം ഇതുപോലെ ചെയ്യുന്ന ഒരാൾ ഇത്രയും നികൃഷ്ടമായ ഒരു പ്രവൃത്തിക്ക് കോൺട്രാക്റ്റ് കൊടുത്തതാണ്. ഇന്ത്യയിൽ ഞാൻ പറഞ്ഞത്, ഒരാളെ പീഡിപ്പിക്കാനായിട്ട് കോൺട്രാക്റ്റ് കൊടുത്തിരിക്കുന്നത് ആദ്യമായിട്ടാണ്. അത് വൃത്തികെട്ട രീതിയിലുള്ള ഒരു സെക്സ് തന്നെയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് എടുത്തത് എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും എൻ്റെ കണക്കൂട്ടലനുസരിച്ച് ദിലീപിനെ കോടതി വെറുതെ വിടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. സാർ, മറ്റൊരു കാര്യമുള്ളത്, കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഈ വിചാരണയിലെ ചില വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. ദിലീപ് മുഖ്യമന്ത്രിക്ക് മെസ്സേജ് അയച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്. നടി ആക്രമിക്കപ്പെട്ട 5-ാം ദിവസമാണ് ദിലീപ് പിണറായി വിജയന് മെസ്സേജ് അയക്കുന്നത്. തെറ്റ് ചെയ്യാത്ത താൻ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് എന്നായിരുന്നു മെസ്സേജ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ദിലീപ് ഇത്തരത്തിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അന്വേഷണം തന്നിലേക്ക് എത്തുമെന്ന് ഭയന്നാണ് ദിലീപ് മെസ്സേജ് അയച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ ഇത് കോടതിയിൽ വാദിച്ചത്. 2017 ഫെബ്രുവരി 22 രാവിലെ 9:22 അത്രേ ദിലീപ് മെസ്സേജ് അയക്കുന്നത്. ഈ വീണ്ടെടുത്ത മെസ്സേജ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പൾസർ സുനിയാണ് പ്രതിയെന്ന് ആദ്യ ദിവസം തന്നെ പുറത്തു വന്നതോടെ ദിലീപ് സമ്മർദ്ദത്തിലായി എന്നും ഇതോടെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് മെസ്സേജ് അയച്ചത് എന്നും പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ശരിയായിരിക്കും, അല്ലെങ്കിൽ ഇത് ശരിയാണോ? ഇത് ശരിയാകാനാണോ സാധ്യത? കാരണം ഒരിക്കലും ദിലീപ് ഇത് പ്രതീക്ഷിച്ചുണ്ടാവില്ല. പോലീസ് ഇത് ഡിറ്റക്ട് ചെയ്യും, ട്രാക്ക് ചെയ്യും. കാരണം തന്നിലേക്ക് അന്വേഷണം വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. താനാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തതെന്നുള്ള എവിഡൻസ് ഇതിനകത്ത് വരും എന്ന് ഒരിക്കലും ദിലീപ് പ്രതീക്ഷിച്ചില്ല. അതുതന്നെയല്ല, ഇതിനകത്തുള്ള ദൃശ്യം ദിലീപിൻ്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്തില്ലെങ്കിൽ രക്ഷപ്പെടും എന്നാണ് കരുതിയത്. പക്ഷേ ദൃശ്യം ദിലീപിൻ്റെ കൈവശം ലഭിച്ചെന്നും അതിൻ്റെ ദൃശ്യത്തിൻ്റെ ഫോട്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം അവരുടെ അനിയൻ്റെയും മറ്റു പലരുടെയും മൊബൈൽ ഫോണിൽ ഉണ്ടായിരുന്നെന്നും അതവർ നശിപ്പിച്ചെങ്കിലും അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് തന്നെയല്ല, ആ കേസിനകത്ത് ദിലീപിൻ്റെ റോള് പതുക്കെ വ്യക്തമായി വരുന്നു. അതിനൊരു ഡിഫൻസ് ഇട്ടിട്ടാണ് മുഖ്യമന്ത്രിക്ക് ഒരു മെസ്സേജ് അയച്ചത്. ബെഹ്റയെ പോയി കാണുകയും ചെയ്ത് ബെഹ്റയായിട്ട് ഒന്നിച്ചെന്ന് ഫോട്ടോ എടുത്തു. ബെഹ്റ DGP ചിലപ്പോൾ ഒരു സിനിമാ പ്രാന്തനായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. എന്നാലും അദ്ദേഹം ഇതുമായിട്ട് നല്ല അടുപ്പം കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടൊക്കെ
ഈ സംഭവത്തിന് ശേഷം ദിലീപ് കൂടുതൽ ബന്ധപ്പെട്ട് അതിൽ നിന്ന് ഒരു രക്ഷപ്പെടാനുള്ളൊരു മാർഗത്തിനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ബാലേന്ദ്രകുമാറിന് എതിരായിട്ട് ഒരു സ്ത്രീ പീഡനക്കാരി രംഗത്ത് വന്നു. ഏകദേശം 57 വയസ്സെങ്ങാണ്ടുള്ള ഒരു സ്ത്രീയെ എവിടുന്നോ തപ്പിക്കൊണ്ട് വന്നു. ഒരു കൗണ്ടർ എവിഡൻസ് ഉണ്ടാക്കാൻ ബാലേന്ദ്രകുമാർ റിലയബിളായ ഒരു വിറ്റ്നസ് അല്ല, അയാൾ ഇത് സ്ത്രീ പീഡനക്കാരനാണ് എന്നൊക്കെ ഒരു എക്സ്ട്രാ നടിയാണെന്ന് തോന്നുന്നു ഒരു സ്ത്രീയെ കൊണ്ട് വന്നത് അതിലൊരു കേസെടുത്തുമൊക്കെ നമുക്കറിയാം. അപ്പം ദിലീപിന്റെ സ്വാധീനം പല മേഖലയിലേക്ക് വന്നിരുന്നു അദ്ദേഹം നിരപരാധിയാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ. പുറത്തു വന്ന മറ്റൊരു കാര്യമുള്ളത്, ഈ കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യരോട് ആക്രമിക്കപ്പെട്ട നടി പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ഈ ഒരു കൃത്യത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കാവ്യമാധവനുമായുള്ള ദിലീപിന്റെ ചാറ്റുകൾ മഞ്ജു വാര്യർ കണ്ടതാണ് സംഭവങ്ങളുടെ തുടക്കം. രാമൻ, RUK അണ്ണൻ, മീൻ, വ്യാസൻ തുടങ്ങിയ പേരുകളിലാണ് കാവ്യയുടെ ഫോൺ നമ്പറുകൾ ദിലീപ് തന്റെ ഫോണിൽ സേവ് ചെയ്തിരുന്നത് എന്നും ഒക്കെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. എന്നാൽ ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയെന്നത് പോലീസിന്റെ കെട്ടുകഥയാണ് എന്നായിരുന്നു ദിലീപിന്റെ നിലപാട്, അല്ലെങ്കിൽ ദിലീപിന്റെ വാദം. ഇതൊക്കെ എത്രത്തോളം നിർണായകമായിട്ടുണ്ടാകും കേസിന്റെ വിധിയിൽ? അതൊന്നും ഈ കേസിനകത്തൊരു നല്ലൊരു ഡിഫൻസ് ആയിട്ട് കോടതി കണക്കാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ കണക്കാക്കാൻ പറ്റില്ല. കാരണം അയാളുടെ നടിയുടെ മെസ്സേജ് അല്ലെ നടിയായിട്ട് സംസാരിക്കുന്നതൊക്കെ അയാൾ വേറെ ആൾക്കാരുടെ പേര് അതിനകത്ത് എഴുതി ചേർത്ത്, വേറെ സ്ത്രീകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ എഴുതി ചേർത്ത് വെച്ചിട്ടാണ് അയാൾ കാവ്യയുടെ വിവരം അത് ഭാര്യ അറിയാതെ ആ കാവ്യയെ വന്ന് വരുന്ന ഫോൺ കോളുകളെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്യും എന്ന് അറിയാം. അത് അറിഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് മഞ്ജു വാര്യരെ അവർ ഇയാളുടെ ഫോൺ എടുത്ത് നോക്കിയാൽ കാവ്യയുടെ പേരിലുള്ള ഫോണൊന്നും കാണുന്നത് വേറെ ചില സ്ത്രീകളുടെയൊക്കെ പേരിലുള്ള ഫോണുകൾ മനഃപൂർവ്വം അയാൾ കാവ്യ എന്ന് വരുന്ന ആ ഫോണ് അവരുടെ പേരിലേക്ക് ചാർത്തി തൻ്റെ മൊബൈൽ ഫോണിൽ അങ്ങനെ ഒരു തെളിവുണ്ടാക്കി വെച്ചിരുന്നു എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാവ്യയായിട്ടുള്ള ബന്ധം സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് സൃഷ്ടിച്ചതാണ് എന്നും പോലീസിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ദിലീപിന് പുറമെ ഒരു മാഡമുണ്ട്, വമ്പൻ സ്രാവുണ്ട് എന്നൊക്കെ ഈ കേസിന്റെ തുടക്കം മുതൽ നമ്മൾ കേട്ടതാണ്. പക്ഷേ അതൊക്കെ കെട്ടുകഥയായിരുന്നു. അത് ഈ ദിലീപിന്റെ കേസിനകത്ത് പൾസർ സുനിയെ അറസ്റ്റ് ചെയ്തപ്പം പൾസർ സുനിയുടെ വായിൽ നിന്നാണ് അത് തുടക്കത്തിൽ വന്നത്. കാരണം അതൊരു ഒരു മാടം തന്ന കൊട്ടേഷനാണ്. ആ മാടത്തിനെ തപ്പി കൊല്ലത്തും ആലപ്പുഴയൊക്കെ പോലീസ് നടന്നിട്ടുണ്ട്. മാടത്തിൻ്റെ കൊട്ടേഷനാണ്. കാരണം ദിലീപിൻ്റെ കൊട്ടേഷൻ അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായി അതൊരു മാടം തന്ന കൊട്ടേഷനാണ്. സിനിമാ രംഗത്തോ ഒക്കെയുള്ള ഒരു സ്ത്രീ ഈ നടിക്കെതിരായിട്ട് കൊടുത്ത ഒരു കൊട്ടേഷൻ എന്ന രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു ഈ കേസിൻ്റെ അന്വേഷണ സമയത്ത് പ്രതിഭാഗം. ഈ കേസിലെ തെളിവ് നശിപ്പിക്കൽ ശ്രമങ്ങളിൽ ദിലീപിന്റെ ഭാര്യ കാവ്യമാധവനും പങ്കുണ്ട് എന്ന ആരോപണം ഉയർന്നിരുന്നതാണ്. കേസിലെ വിധി അത് കാവ്യയെ ബാധിക്കുമോ? കാവ്യ ഈ കേസിനകത്ത് പ്രതിയല്ല, പക്ഷേ തെളിവ് നശിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇവരെ പ്രതിയാക്കേണ്ടതായിരുന്നു എന്നായിരുന്നു നമ്മളൊക്കെ അന്ന് പറഞ്ഞിരുന്നത്. അവർക്കൊരു റോൾ ഇതിനകത്ത് ഉണ്ട്. കാരണം അവർ കാരണമാണല്ലോ നടിയുമായിട്ടുള്ള ആ റിഫ്റ്റ് ഉണ്ടാകാൻ കാരണം. അപ്പോൾ അത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ പ്രതിയാക്കാമായിരുന്നു കാവ്യയെ എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ പോലീസ് അത് ചെയ്തില്ല. എവിഡൻസ് ഇൻസഫീഷ്യൻ്റ് ആണ് എന്നുള്ള രീതിയിലാണ് അതിന് പോലീസ് ഭാഗത്തുനിന്ന് വന്ന വാർത്തകൾ. സാർ, മറ്റൊരു കാര്യമുള്ളത്, ഈ നടി പീഡിപ്പിക്കപ്പെടുന്ന ദൃശ്യങ്ങളിൽ ഒരു സ്ത്രീയുടെ ശബ്ദമുണ്ട് എന്ന് ദിലീപ് ആരോപിച്ചിരുന്നു. എന്നാൽ ആ വാദം ഒരിടത്തും മുഖവിലക്കെടുത്തതായി കാണുന്നുമില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്ത്രീ ഇല്ല. അത് അവരുടെ ഡിഫൻസാണ്. കാരണം ഇവര് തൃശ്ശൂരിൽ നിന്ന് ഷൂട്ടിങ് അവർ സ്റ്റുഡിയോയിൽ നിന്ന് നേരെ അവർ എറണാകുളം വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആ കാറിൻ്റെ ഡ്രൈവറുടെ അയാളും ഇതിനകത്ത് പ്രതിയായിട്ടുണ്ട്. വരുന്ന വഴിക്ക് അങ്കമാലി വെച്ച് ഇവർ വണ്ടി ബ്ലോക്ക് ചെയ്ത് അവർ കാണിച്ചു. അതിനുശേഷം ആണ് ഈ ആക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും എല്ലാവരും ഒരേ രീതിയിൽ കുറ്റക്കാരാണ്, ഒരേ രീതിയിലുള്ള ശിക്ഷ ലഭിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പൾസർ സുനിക്ക് ദിലീപ് കൊടുത്ത കൊട്ടേഷനാണ് നടിയെ ആക്രമിച്ചതിലേക്ക് എത്തിയത് എന്നതിന് തെളിവില്ല എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയും വാദമുണ്ട്. അത് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കോടതി വിധി ദിലീപിന് അനുകൂലമാകില്ലേ? അതൊന്നും സ്ഥാപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
സ്ഥാപിക്കപ്പെട്ടിട്ടുമില്ല. എൻ്റെ നിരീക്ഷണത്തിൽ കോടതിയിൽ അത് അക്കാര്യത്തിൽ ദിലീപിൻ്റെ വക്കീൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് കൂടുതൽ ഒരു എവിഡൻസ് കൊടുക്കാൻ ഒക്കില്ല. ഇത്ര ദുരൂഹമായ ഒരു കേസിനകത്ത് അത് പോലീസിന് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഒരു നല്ല ഇൻവെസ്റ്റിഗേറ്റർ ആയതുകൊണ്ട് ആ DYSP കൃത്യമായിട്ട് അതിൻ്റെ എവിഡൻസ് കളക്ട് ചെയ്ത് കോടതി കൊടുത്തിട്ടുണ്ട്. കോടതിയിലേക്ക് കൊടുത്തിരിക്കുന്ന മുഴുവൻ എവിഡൻസിലും അതിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അത് അജകുമാർ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ്, അദ്ദേഹം അത് കോടതിയെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. അത് ഫലവത്തായി എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ, മറ്റൊരു കാര്യമുള്ളത് ഈ പെൻഡ്രൈവും ഹാഷ് വാല്യൂ ഒക്കെ നിരവധി തവണ ചർച്ച ചെയ്തതാണ്. ഇതിൽ ഈ ദൃശ്യങ്ങളടങ്ങിയ പെൻഡ്രൈവിന്റെ ഹാഷ് വാല്യൂ പലതവണ മാറി എന്നത് ഇരയുടെ സ്വകാര്യത ഹനിക്കുന്ന കാര്യമാണ്. കേസിന്റെ ഭാഗമല്ലെങ്കിലും ഇതിലും ഒരു നടപടി പ്രതീക്ഷിക്കാമോ? കാരണം കോടതി ജീവനക്കാർ ഉൾപ്പെടെ ഇതിൽ ആരോപിതർ ആണെന്നിരിക്കെ. അതിനെന്തായാലും 2018 ജനുവരിയിൽ അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയിലും 2018 ഡിസംബറിൽ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ജില്ലാ സെഷൻസ് ഓഫീസിലും അതുപോലെ തന്നെ 2021 ട്രയൽ സമയത്ത് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലും ഇത് ആരോ ഈ തൊണ്ടി സാധനം ഈ ദൃശ്യങ്ങൾ ആരോ കൈകാര്യം ചെയ്തിരിക്കുന്നു, അതിൻ്റെ ഹാഷ് വാല്യൂവിന് വ്യത്യാസം വന്നതായിട്ട് ഫോറൻസിക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ ദൃശ്യത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അതിൽ ഒറിജിനൽ ദൃശ്യത്തിൻ്റെ ഒരു കോപ്പി ഡിജിറ്റൽ എവിഡൻസിലുള്ളത് ഫോറൻസിക് ഓഫീസിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒറിജിനലിനെ അതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്തെങ്കിലും ഒറിജിനലിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നാണ് കോടതിയുടെ മുമ്പിലിരിക്കുന്ന തെളിവ്. ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ തന്നെ ദിലീപിന് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്തായിരിക്കും? ജോർജ് സർ, ഈ തടവ് ശിക്ഷയാണ് ദിലീപിന് കിട്ടുന്നത് എങ്കിൽ എത്ര വർഷം വരെ ഉണ്ടാകും? അത് തീർച്ചയായിട്ടും 10 വർഷം മിനിമം മറ്റു പ്രതികൾക്ക് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ചിലപ്പോൾ 20 വർഷം വരെ പോകാം. അത് ഒന്നിച്ചനുഭവിച്ചാൽ മതിയെങ്കിൽ 10 വർഷം വരെ എന്തായാലും തടവ് ശിക്ഷ. പക്ഷേ 10 വർഷത്തിലെ മറ്റു പ്രതികൾക്ക് റിമാൻഡ് കാലാവധി മാത്രമേ ഉള്ളൂ. എന്നാൽ പലരും ജാമ്യത്തിൽ പോയി. പൾസർ സുനി മാത്രം ഏകദേശം 7 വർഷത്തിൽ ചെല്ലുവാനും റിമാൻഡിൽ തന്നെ കിടന്നിട്ടുണ്ട്. പൾസർ സുനിക്ക് ഒരു 10 വർഷമാണ് ശിക്ഷയെങ്കിൽ പൾസർ സുനി അതിനകത്ത് 3 വർഷം കൂടെ കിടന്നാൽ മതി. അതേസമയത്ത് അതിനകത്ത് 3-ാം പ്രതി ഒരാൾ കഴിഞ്ഞ ദിവസം ആത്മഹത്യക്ക് ശ്രമിച്ചതായിട്ടും കണ്ടു. അയാൾ നല്ല മദ്യപാനിയായിരുന്നു. പൾസർ സുനിയുടെ കൂടെ ആ കുറ്റകൃത്യത്തിലെ ആക്ഷന് പങ്കെടുത്ത ഒരാൾ.